ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 4 വരെ, അതായത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ മുതൽ ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറയുന്ന ചാപ്റ്റർ വരെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതല്ല, ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു അനാലിസിസ് ഒരു സമ്മറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു റിവിഷൻ ആവും. ഒന്നും പഠിക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ ഫസ്റ്റ് തന്നെ ആബ്സ് ഫസ്റ്റ് സ്പീച്ചാണ്, അത് നമുക്ക് വേണ്ട. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ലിയാം ഓഫ് ഫ്ലഹർട്ടിയുടെയാണ് ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ. അപ്പോൾ ലിയാം ഓഫ് ഫ്ലഹർട്ടി ഒരു ഐറിഷ് ഓത്തറാണ്. അദ്ദേഹം എഴുതിയ ഒരു വെരി ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇവിടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു യങ് സീ ഗള്ളിനെയാണ്, കടൽക്കാക്ക. ഒരു യങ് സീ ഗള്ളിന് പറക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ അമ്മ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫിഷിൻ്റെ പീസ് ഇങ്ങനെ കാണിച്ചിട്ട്, അത് വിശന്നിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഫിഷിൻ്റെ ഒരു പീസ് കാണിക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് അമ്മ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഈ പറക്കാൻ പേടിയായിരുന്ന യങ് സീകളിനെ പറക്കാനായിട്ട് പറ്റുന്ന പറക്കുന്നു. യങ് സീകൾ അതിനുശേഷം പറന്നു പോവാണ്. ആ ഒരു സീനാണ് ഇതിൽ സംഭവിക്കുന്നത്. പറന്നു പോവുകയാണ് എന്ന് വെച്ചാൽ പറന്നു പോയി എന്നല്ല കേട്ടോ, പറക്കാനായിട്ട് പറ്റുന്നു. അത് പറക്കാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന ഒരു തീമുണ്ട്, അത് നോക്കാം. കണ്ടോ, ഇതാണ്. ഇതിൽ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അതായത് ഈ അബൌട്ട് ദി ഓതർ എന്നുള്ള ബോക്സിലെ സെക്കൻഡ് പാരഗ്രാഫ്, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിലേറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ആസ് വെൽ ആസ് ദ നീഡ് ടു റിമെയിൻ ഇൻവോൾവ് ഇൻ ഫാമിലി ലൈഫ്. സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയിട്ടും ഇൻഡിപെൻഡൻസിനെ പറ്റിയിട്ടും അതേപോലെ ഫാമിലി ലൈഫിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാലുള്ള ആ ഒരു നീഡ്, അതൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ റൈറ്റർ കൺവേസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ്. കണ്ടോ, അപ്പോൾ ഈ വാക്കുകളെല്ലാം ആൻസർ എഴുതുമ്പോൾ വേണം. ഇൻഡിപെൻഡൻസ്, സെൽഫ് കോൺഫിഡൻസ്, ദെൻ ഫാമിലി ലൈഫ്, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം, സെൽഫ് റിലയൻസ്. കണ്ടോ, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ തീം. ഇവിടെ യങ് സീകളിന് പറക്കാൻ പേടിയായിരുന്നു, അമ്മയാണ് മോട്ടിവേറ്റ് ചെയ്തത്, അങ്ങനെ യങ് സീകൾ പറന്നു. അപ്പോൾ വാട്ട് ഈസ് ദ തീം ഓഫ് ദ സ്റ്റോറി എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ വാട്ട് ഡു യു തിങ്ക് ഇസ് ദ റിയൽ ക്രൈസിസ് ഫേസ്ഡ് ബൈ ദ യങ് ബേർഡ്. എന്തായിരുന്നു? യങ് സീകളിന് പേടിയായിരുന്നു, പറക്കാനായിട്ട് പേടി. ദെൻ വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ ഓഫ് ദ റിയാക്ഷൻ ഓഫ് പാരൻസ് ഇൻ ദ സ്റ്റോറി. ഈ ഒരു യങ് സീകളുടെ അമ്മ അവിടെ ചെയ്ത ഒരു ആക്ഷൻ, അതിനെപ്പറ്റി നിങ്ങളുടെ ഇംപ്രഷൻ എന്താണ്? അത് കുഴപ്പമില്ല അല്ലേ, കാരണം അതൊരു മോട്ടിവേഷനാണ്. യങ് സീകളിന് പറക്കാനുണ്ടായൊരു മോട്ടിവേഷനായിരുന്നു അത്. അപ്പോൾ ആ ഒരു ട്രിക്ക്, വിശന്നിരിക്കുന്ന ആ സീകളുടെ ഫ്രണ്ടിലേക്ക് ഒരു ഫിഷ് പീസ് കാണിക്കുന്ന ആ ഒരു ട്രിക്ക് നെഗറ്റീവായിട്ടൊന്നും കാണണ്ട, അത് പോസിറ്റീവായിട്ട് തന്നെ കാണാം. യെസ്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാറുണ്ട്. അത് ചോദിച്ചാലും ഈ തീമിൽ നിന്ന് ആൻസർ എഴുതാവുന്നതാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കാം. ഐ വിൽ ഫ്ലൈ. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു സ്പീച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒരു സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഓർക്കുക, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ സ്കൂൾ അസംബ്ലിയിലാണെങ്കിൽ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് പ്രിൻസിപ്പാൾ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ടുഡേ ഐ എം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു ടു ഡെലിവർ എ സ്പീച്ച് ഓൺ ദ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്കിൻ്റെ പേര് എഴുതാം. എന്നിട്ട് നമ്മൾ കാര്യമായിട്ട് സ്പീച്ച് അങ്ങോട്ട് എഴുതണം. അതിനുശേഷം സ്പീച്ച് എൻഡ് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് കൊടുത്ത് വേണം എൻഡ് ചെയ്യാനായിട്ട്. ഇവിടെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഈ സ്പീച്ച് എൻഡ് ചെയ്യുന്നത് ഒരു മെസ്സേജ് കൊടുത്തിട്ടാണ്. എന്താണ്? യുണീക്കായിരിക്കാനായിട്ട്, ബി യുണീക്ക് എന്ന് പറയുന്നൊരു മെസ്സേജ് കൊടുത്താണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളും സ്പീച്ച് എൻഡ് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് കൊടുക്കണം. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, APJ അബ്ദുൽ കലാം പറഞ്ഞ സ്പീച്ച് കേട്ട് നമ്മൾ ഇൻസ്പയർഡായി ഫ്രണ്ടിന് ഇമെയിൽ അയക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന് റിലേറ്റഡ് ആയിട്ട് സ്പീച്ച് എങ്ങനെയാണ് പറയുക എന്നുള്ളതൊക്കെ നോക്കിയിട്ട് പോവണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നോക്കിക്കേ, ഇമാജിൻ ദാറ്റ് യു ഗെറ്റ്
the opportunity to address class 10 students before their public exam on the basis of Dr. Kalam's message, prepare a speech. കണ്ടോ, ഈ ഒരു മെസ്സേജിൻ്റെ ബേസിസിൽ നമുക്ക് സ്പീച്ച് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ വേറെ ക്വസ്റ്റൻ ഇമെയിൽ കണ്ടോ, യു ഗെറ്റ് ഇൻസ്പയർഡ് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാംസ് മെസ്സേജ് ആൻഡ് ഡിസൈഡ് ടു കമ്മ്യൂണിക്കേറ്റ് യുവർ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ടു യുവർ ഫ്രണ്ട് ഹു ഇസ് സ്റ്റഡിങ് അബ്രോഡ്. ഇവിടെ ഇമെയിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്പീച്ചിൻ്റെ ഫോർമാറ്റും ഇമെയിലിൻ്റെ ഫോർമാറ്റും പഠിച്ചിട്ട് പോകണം. ഇമെയിലിൻ്റെ ഫോർമാറ്റ് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇമെയിൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോക്സിൽ വേണം എഴുതാനായിട്ട്, ഇമെയിൽ എന്ന് കൊടുക്കുക. പിന്നെ ടു അഡ്രസ് എഴുതാം, CC BCC, അതിനുശേഷം സബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിനാണെങ്കിൽ ഡിയർ എന്ന് പറഞ്ഞ് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് എൻഡ് ചെയ്യുമ്പോൾ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിങ് ഫ്രം യു സൂൺ എന്ന് പറഞ്ഞിട്ട് എൻഡ് ചെയ്യാം. ഇതാണ് ഇമെയിലിൻ്റെ ഒരു ഫോർമാറ്റ്. നെക്സ്റ്റ് ചാപ്റ്റർ, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്, റിട്ടൺ ബൈ കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ. ഈ ചാപ്റ്ററിൽ നിന്ന് സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ പ്രൊഫൈലാണ് ചോദിക്കാറ്. പ്രൊഫൈൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ റൈറ്റിംഗ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രൊഫൈലിന് ഹെഡിങ് കൊടുത്തു. ദെൻ അതിൻ്റെ താഴെ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ആണെങ്കിൽ സ്റ്റീഫൻ ഹോക്കിംഗ്, സൂപ്പർനോവ ഓഫ് ഫിസിക്സ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഇത് കൊടുക്കുക. അതിൻ്റെ താഴെ ഫസ്റ്റ് സെൻറ്റൻസ് അദ്ദേഹത്തിൻ്റെ ബർത്തിനെ പറ്റിയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ആ സെൻറ്റൻസ് തുടങ്ങുക? സ്റ്റീഫൻ ഹോക്കിങ്സ് വാസ് ബോൺ, ഡേറ്റിൻ്റെയും ഡേയുടെ ഫ്രണ്ടിൽ ഓൺ, ഇയറിൻ്റെ മന്തിൻ്റെ ഫ്രണ്ടിൽ ഇൻ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ സ്റ്റീഫൻ ഹോക്കിങ്സ് വാസ് ബോൺ, പിന്നെ ഇയറാണ് തന്നിരിക്കണമെങ്കിൽ ഇൻ, ആ ഒരു ഇയർ കൊടുക്കുക. അല്ല ഒരു ഡേറ്റ് ആണ് തന്നേക്കുന്നത് അല്ലെങ്കിൽ മന്ത് ഒക്കെയാണ് തന്നേക്കുന്നതെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ, ഡേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഓൺ കൊടുക്കുക, മന്ത് ആണെങ്കിൽ അഗൈൻ അതിൻ്റെ ഫ്രണ്ടിൽ ഇൻ തന്നെ കൊടുക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്സ് അദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ പേരൊക്കെ എഴുതുമ്പോൾ ഹിസ് പാരൻസ് വേർ എന്ന് പറഞ്ഞ് എഴുതണം. കാരണം അദ്ദേഹത്തിൻ്റെ പാരൻസ് മരിച്ചു പോയിട്ടുണ്ടെന്നാണെങ്കിൽ വേറാണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര്, അപ്പോൾ അതെങ്ങനെ എഴുതും? ഹിസ് വൈഫ് ഇസ് ജെയിൻ വൈൽഡ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയേക്കുന്ന അവാർഡ്സ് അത് എഴുതുമ്പോൾ ഹിസ് മേജർ അച്ചീവ്മെൻറ്റ്സ് ആർ എന്ന് പറഞ്ഞ് എഴുതണം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക് എഴുതുമ്പോൾ ഹിസ് മേജർ അല്ലെങ്കിൽ ഹിസ് മേജർ വർക്ക് ഇസ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഒരാളുടെ വർക്ക് എഴുതുമ്പോൾ പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ ഒന്നിലധികം ബുക്സാണ് എഴുതിയിരിക്കണമെങ്കിൽ ഹിസ് മേജർ വർക്ക്സ് ആർ എന്ന് പറഞ്ഞു കൊടുക്കുക. അതൊരിക്കലും പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റരുത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്കൂൾ എവിടെയാണെന്നുള്ളത് എഴുതുമ്പോൾ ഹി അറ്റൻഡഡ് സ്കൂളിംഗ് അറ്റ്, അല്ലെങ്കിൽ ഹി കംപ്ലീറ്റഡ് സ്കൂളിംഗ് ഫ്രം എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതേപോലെ ഡിഗ്രി ചെയ്തത് ഓക്സ്ഫോർഡിൽ നിന്നാണ്, അപ്പോൾ ഇങ്ങനെ എഴുതും ഹി കംപ്ലീറ്റഡ് ഡിഗ്രി ഫ്രം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. മാസ്റ്റേഴ്സ് ചെയ്തത് കേംബ്രിഡ്ജിലാണ്, ഹി കംപ്ലീറ്റഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്. ഗ്രാമർ എറേഴ്സ് ഇല്ലാതെ എഴുതാം. അതിനുശേഷം അദ്ദേഹം മരിച്ചത് എഴുതുമ്പോൾ ഹി പാസ്ഡ് എവേ. അതിനുശേഷം ഡേറ്റ് എഴുതാണെങ്കിൽ ഓൺ, ഇയർ എഴുതാണെങ്കിൽ ഇൻ. ഹി പാസ്ഡ് എവേ ഇൻ ദ ഇയർ, അത് കൊടുക്കുക. ഇത്രയാണ് പ്രൊഫൈൽ റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രൊഫൈൽ റൈറ്റിംഗ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനിയും നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. കൊഹസീവ് ഡിവൈസസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ. കൊഹസീവ് ഡിവൈസസ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഇഫ് എന്നുള്ള പോയട്രി എടുത്താൽ റുഡിയാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് റൈറ്ററിൻ്റെ വെരി ബ്യൂട്ടിഫുൾ പോയമാണ് ഇഫ് എന്നുള്ളത്. ഇഫ് ഒരു ഡൈഡാക്റ്റിക് പോയമാണ്. ഡൈഡാക്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് മെസ്സേജസ് ഉള്ളൊരു പോയമാണ്. ഇതിൽ ഫാദർ സണ്ണിന് കൊടുക്കുന്ന അഡ്വൈസസ് ആണ്. ഒരുപാട് കണ്ടീഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഹൗ ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ എന്നുള്ള ഒരുപാട് അങ്ങനെ എന്തൊക്കെ ചെയ്താലാണ് ഒരു പെർഫെക്റ്റ് മാൻ ആവാൻ പറ്റുക എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു വെരി ഇമ്പോർട്ടൻ്റ് ഒരു വെരി ബ്യൂട്ടിഫുൾ ഒരു പോയട്രിയാണ് ഇഫ്, റിട്ടൺ ബൈ റുഡിയാർഡ് കിപ്ലിംഗ്. ഇതിൽ പോയറ്റിക് ഡിവൈസസ് ചോദിക്കാറുള്ളത് സെക്കൻഡ് സ്റ്റാൻസ് നോക്കിയാൽ അറിയാം.
ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഇവിടെ ഡ്രീംസിനെ മാസ്റ്റർ ആക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും സ്വപ്നങ്ങൾക്ക് മാസ്റ്റർ ആവാൻ പറ്റില്ല, മനുഷ്യന്മാർക്കാണ് മാസ്റ്റർ ആവാൻ പറ്റുള്ളൂ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് പേഴ്സോണിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റാൻസയിൽ തന്നെ തേർഡ് ലൈൻ, ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ. ഇവിടെ ട്രയംഫും ഡിസാസ്റ്ററും ഓപ്പോസിറ്റ്സ് ആണ്. ഓപ്പോസിറ്റ്സ് അടുത്തടുത്ത് വന്നാൽ ഓക്സിമോറോൺ. അത് കഴിഞ്ഞിട്ടുള്ള ലൈനിൽ ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ഇവിടെ ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ചതിയന്മാർ, വഞ്ചകർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനുഷ്യന്മാരെയാണ് നമ്മൾ ചതിയന്മാർ, വഞ്ചകർ എന്ന് പറയുക. ഇവിടെ ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും പറഞ്ഞേക്കുന്നത്. അവിടെ ഉപയോഗിച്ചേക്കുന്നത് പേഴ്സോണിഫിക്കേഷൻ. ഇനിയും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഈ പോയട്രിയിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇഫ് ക്ലോസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇഫ് പ്ലസ് പ്രസൻറ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ വിൽ ചേർക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഷാൾ ഒക്കെ ചേർക്കാം, പക്ഷെ നമുക്ക് വിൽ വെച്ചിട്ടാണ് മെയിൻലി പഠിച്ചാൽ മതി. ഇപ്പോൾ ഇഫ് പ്ലസ് പ്രസൻറ്റ് ആണെങ്കിൽ ഇപ്പം നോക്കിക്കേ, ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ്, ഇത് പ്രസൻറ്റ് ടെൻസിലാണ് അല്ലേ. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ എങ്ങനെ വേണം, അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എങ്ങനെ എഴുതണം, മെയിൻ ക്ലോസിൽ എന്ത് എഴുതണം, യു വിൽ. കണ്ടോ, അവിടെ വിൽ ആഡ് ചെയ്തേക്കുന്നുണ്ടോ, യു വിൽ സക്സീഡ്. അടുത്തത് നോക്കിയേ, ഇഫ് പ്ലസ് പാസ്റ്റ്. ഇഫിൻ്റെ കൂടെ പാസ്റ്റ്, കഴിഞ്ഞു പോയൊരു കാര്യം പറയുകയാണെങ്കിൽ, അതായത് ഇവിടെ നോക്കിക്കേ, ഇഫ് ഐ വർക്ക്ഡ്, പാസ്റ്റ് എന്ന് കാണിക്കാനാണ് വർക്ക്ഡ് ആക്കിയേക്കുന്നത്. ഇഫ് ഐ വർക്ക്ഡ് വിത്ത് കോൺഫിഡൻസ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, വർക്ക്ഡ് എന്ന് ചേർത്തേക്കണോണ്ട്, പാസ്റ്റ് ആക്കിയേക്കണോണ്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് വുഡ്. ഐ വുഡ് സക്സീഡ്. കണ്ടോ, കൃത്യമായിട്ട് ഫോർമുല തന്നിട്ടുണ്ട്, അതുപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി. അടുത്തത് നോക്കിക്കേ, ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാവും ഹാസും ഹാഡൊക്കെ ഉപയോഗിക്കുന്നതാണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഡ് ഉപയോഗിക്കുന്നതാണ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാലാണ് നമുക്ക് ഉറപ്പിക്കാം ഹാവോ ഹാസോ ഹാഡോ അവിടെ ഉണ്ടെന്ന്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് എന്നാണ് പറഞ്ഞേക്കണേ, അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഹാഡാണ് കേട്ടോ. ഇവിടെ എന്താണ്, ഇഫ് യു ഹാഡ് ഗോൺ ദേർ യു കുഡ് ഹാവ് മെറ്റ് ഹിം. കണ്ടോ, അവിടെ ഉപയോഗിച്ചേക്കുന്നത് കുഡ് യൂസ് ചെയ്യാം, പ്ലസ് ഹാവ് യൂസ് ചെയ്യണം, പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോം യൂസ് ചെയ്യണം. കണ്ടോ, അവിടെ V3 ഫോമാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്, മെറ്റ് എന്നുള്ളത്. അതിൻ്റെ താഴെ നോക്കിക്കേ, ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് വിത്ത് കോൺഫിഡൻസ്, പാസ്റ്റ് ടെൻസിലാണത്. അവിടെ എന്താണ്, ഐ വുഡ് ഹാവ് സക്സീഡഡ്. കണ്ടോ, വുഡ് ആഡ് ചെയ്തു, പ്ലസ് ഹാവ് ആഡ് ചെയ്തു, പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 സക്സീഡഡ് എന്ന് ചേർത്തു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രാമർ ഇത് പഠിക്കേണ്ടതാണ്. അടുത്തത് നോക്കാം, കൊഹസീവ് ഡിവൈസസ്. ഇത് ചോദിക്കാറുണ്ട്. ഓൾ ദി അസൈൻമെൻറ്റ്സ് ഷുഡ് ബി സബ്മിറ്റഡ് ഓൺ ടൈം, അതർവൈസ് ദേ വിൽ നോട്ട് ബി ഇവാലുവേറ്റഡ്. കൃത്യമായിട്ട് അസൈൻമെൻറ്റ്സ് സമയത്ത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യില്ല. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് അതർവൈസ് എന്നാണ്. ദ പ്രൈസ് ഓഫ് പെട്രോൾ ഹാസ് ഗോൺ അപ്പ് കൺസിഡറബിളി ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അത് കഴിഞ്ഞിട്ട് എന്താ വരിക, however the sale of cars has not seen any decrease. however meaning എന്നിരുന്നാലും. ഇവിടെ പെട്രോളിൻ്റെ പ്രൈസ് കൂടി, എന്നിരുന്നാലും കാർസിൻ്റെ സെയിലിൽ കുറവൊന്നും വന്നിട്ടില്ല. സൈക്ലിംഗ് ഇസ് എ ഗുഡ് എക്സസൈസ് ഡാഷ് ഇറ്റ് ഹെൽപ്സ് യു ടു സേവ് മണി. അതുകൂടാതെ മോർ ഓവർ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആർ ചീപ്പർ ആൻഡ് മോർ റിലയബിൾ ദാൻ ലാപ്ടോപ്സ്. ഫർദർമോർ ദേ ലാസ്റ്റ് ലോങ്ങർ. അതുകൂടാതെ തന്നെയാണ് ഇവിടെയും വരുന്നത്. There is a stiff competition between mobile phone companies to win customers. Dash, they are slashing prices to attract customers. As a result, അതിൻ്റെ റിസൾട്ടായിട്ട് അവർ പ്രൈസ് വ്യത്യാസം വരുത്താറുണ്ട് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് ചോദിക്കാറുള്ളതാണ്, പഠിക്കണം. സെക്കൻഡ് യൂണിറ്റിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നുള്ളതാണ്. ഇതിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ, ഗാന്ധിജി വന്നപ്പോൾ എന്തൊക്കെയാണ് അവിടെ ഉണ്ടായ ചേഞ്ചസ് എന്നുള്ളത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ്, ആൻഡ് ദെൻ ഗാന്ധി കെയിം, എങ്ങനെയാണ് വന്നത്, എന്തൊക്കെയാണ് ചേഞ്ചസ് എന്നുള്ളതല്ല, ഗാന്ധിജി എന്തൊക്കെ പോലെയാണ് വന്നത്. ഇവിടെ നോക്കിയേ, ഹി വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ. ഒരു ശുദ്ധവായുവിൻ്റെ പ്രവാഹം പോലെയാണ് വന്നത്.
that made us stretch ourselves and take deep breaths. അപ്പോൾ ശുദ്ധവായു ഒക്കെ ഫ്രഷ് എയർ വരുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യും അല്ലേ, ഡീപ്പ് ബ്രെത്ത് എടുക്കും. സോ അപ്പോൾ ഫ്രഷ് എയർ പോലെയാണ് വന്നത്. അത് നമ്മളെ സ്ട്രെച്ച് ചെയ്യുന്നു, അതേപോലെ തന്നെ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കാനായിട്ട് തോന്നിപ്പിച്ചു. അതേപോലെ ഒരു ഫ്രഷ് എയർ ആയിട്ടാണ് വന്നത്. ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്, ഒരു പ്രകാശത്തിൻ്റെ രശ്മി പോലെ. ദറ്റ് പിയേഴ്സ് ദ ഡാർക്ക്നെസ്, അതായത് ഡാർക്ക്നെസ്സിനെ, ഇരുട്ടിനെയെല്ലാം പിയേഴ്സ് ചെയ്യുന്ന പറഞ്ഞാൽ തുളച്ചു വരുന്ന രശ്മി പോലെ, പ്രകാശം പോലെയാണ് വന്നത്. ആൻഡ് റിമൂവ് ദ സ്കെയിൽസ് ഫ്രം അവർ ഐസ്, നമ്മുടെ കണ്ണുകളിൽ നിന്ന് ഇരുട്ടിനെ എടുത്ത് മാറ്റി. ലൈക്ക് എ വേൾ വിൻഡ്, ചുഴലിക്കാറ്റ് പോലെയാണ് വന്നത്. കണ്ടോ? അപ്പോൾ അങ്ങനെ പോയിൻറ്റ്സ് നമുക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ടു ഫോൾഡ് ആക്ഷൻ. ഗാന്ധിജിയുടെ ടു ഫോൾഡ് ആക്ഷൻ എന്താണ്? എന്തൊക്കെയാണ്? ദ ആക്ഷൻ ഇൻവോൾവ് ഇൻ ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. ഫോറിൻ റൂളിനെ നമ്മൾ ചലഞ്ച് ചെയ്യണം, അതേപോലെ എതിർക്കുക, റെസിസ്റ്റ് ചെയ്യണം. പിന്നെ എന്തായിരുന്നു? ദർ വാസ് ഓൾസോ ദ ആക്ഷൻ വിച്ച് ലെഡ് us ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഇവിൽസ്. നമ്മളുടെ നാട്ടിലുള്ള സോഷ്യൽ ഇവിൽസിനെ പറ്റിയിട്ടോ അതിനെ അഗെയിൻസ്റ്റും നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഇത് രണ്ടുമായിരുന്നു ടു ഫോൾഡ് ആക്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ വേറെ ചോദിക്കാറുള്ളത് ഗാന്ധിജിയുടെ ഡ്രീമിലെ ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നാണ്. ഗാന്ധിജിയുടെ ഡ്രീമിലെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഐ ഷെൽ വർക്ക് ഫോർ ആൻ ഇന്ത്യ ഇൻ വിച്ച് ദ പുവറസ്റ്റ് ഷാൽ ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് ദെയർ കൺട്രി. അതായത് പാവപ്പെട്ട ആളുകൾക്ക് പോലും തോന്നണം ഇത് അവരുടെ കൺട്രി കൂടിയാണെന്ന്. ഇൻ ഹൂസ് മേക്കിംഗ് ദേ ഹാവ് എൻ ഇഫക്റ്റീവ് വോയിസ്. കാരണം ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കുന്നതിൽ അവർക്കും ഇഫക്റ്റീവ് വോയിസ് ഉണ്ട്. ആൻ ഇന്ത്യ ഇൻ വിച്ച് ദർ ഷാൽ ബി നോ ഹൈ ക്ലാസ് ആൻഡ് നോ ലോ ക്ലാസ് ഓഫ് പീപ്പിൾ. ഒരു ഇന്ത്യ അവിടെ ഹൈ ക്ലാസ് പീപ്പിൾ, ലോ ക്ലാസ് പീപ്പിൾ അങ്ങനെയൊന്നുമില്ല. ആൻ ഇന്ത്യ ഇൻ വിച്ച് ഓൾ കമ്മ്യൂണിറ്റീസ് ഷുഡ് ലിവ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. ഒരു ഇന്ത്യ അവിടെ എല്ലാ കമ്മ്യൂണിറ്റീസും ഒരു പെർഫെക്റ്റ്ലി ഹാർമോണിയസ് ആയിട്ട് ഒരുമിച്ച് ജീവിക്കണം. ദർ ക്യാൻ ബി നോ റൂം ഇൻ സച്ച് എൻ ഇന്ത്യ ഫോർ ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി. ആര് തൊട്ടുകൂടായ്മ, ആ ഒരു പ്രോബ്ലം ഇല്ലാത്ത, ഓർ ദ കേഴ്സ് ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. അതായത് ഡ്രിങ്ക്സും ഡ്രഗ്സും അങ്ങനത്തെ ഒരു ശാപമൊന്നും ഇല്ലാത്ത. വിമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെയിം റൈറ്റ്സ് ആയിരിക്കണം. ദിസ് ഇസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ഇതാണ് ഗാന്ധിജിയുടെ സ്വപ്നങ്ങളിലെ ഇന്ത്യ. നമ്മുടെ സ്വപ്നങ്ങളിലെ ഇന്ത്യ എങ്ങനെയാണെന്നും ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇവിടെ ലാസ്റ്റ് കണ്ടോ, ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് ദാറ്റ് ദിസ് ആസ്റ്റോണിഷിംഗ്ലി വൈറ്റൽ മാൻ. ഇവിടെ ഇത് ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയെ തന്നെയാണ്. ഈ ഒരു ചാപ്റ്റർ എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അപ്പോൾ അത് ഓർക്കാം. നെക്സ്റ്റ് വൺ, എ ലെറ്റർ ടു ദ എഡിറ്റർ. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ലെറ്റർ ടു ദ എഡിറ്റർ. ഈ ഒരു ഫോമാറ്റ് നന്നായി പഠിക്കുക. ആദ്യം വേണ്ടത് ലെറ്റർ ടു ദ എഡിറ്റർ എന്നൊരു ഹെഡിങ് കൊടുക്കുക. ഫ്രം അഡ്രസ്സ്, സെൻറ്ററിൻ്റെ അഡ്രസ്സാണ്, ഫ്രം അഡ്രസ്സ് കൊടുത്തു. ഡേറ്റ് കൊടുത്തേക്കുന്നതുണ്ടോ, 15 ജൂൺ 2014 എന്നാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ കൊടുക്കണം. അതായത് 15, അത് കഴിഞ്ഞ് മന്തിൻ്റെ പേര് എഴുതുക, ദെൻ ഇയർ ഏതാണെന്ന് എഴുതുക. അതിൻ്റെ താഴെ ടു ദി എഡിറ്റർ. ക്വസ്റ്റ്യൻ അതാണ്, ലെറ്റർ ടു ദ എഡിറ്റർ. അപ്പോൾ ദ എഡിറ്റർ, ദ സനാഡ്. ഇവിടെ ന്യൂസ് പേപ്പറിൻ്റെ പേരാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ന്യൂസ് പേപ്പറിൻ്റെ പേര് എഴുതാം, സ്ഥലം എഴുതാം. അതിൻ്റെ താഴെ സല്യൂട്ടേഷൻ, സർ, മാഡം എന്താണെന്ന് വെച്ചാൽ അത് എഴുതാം. പിന്നെ നമ്മൾ എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ളതിൻ്റെ റീസൺ ഇവിടെ എഴുതിയേക്കുന്നത്. ഒരു ആർട്ടിക്കിൾ വായിക്കാൻ ഇടയായി, അപ്പോൾ അതിനെ പറ്റിയിട്ട്, അതുകൊണ്ടാണ് എൻ്റെ അഭിപ്രായം അതിനെ പറ്റിയിട്ട്, ആ ഒരു ആർട്ടിക്കിളിനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം അറിയിക്കാനാണ് ഈ ലെറ്റർ എഴുതിയേക്കുന്നത് എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫ്. അതിനുശേഷം നമ്മുടെ ഫീലിങ്സ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ്. അതായത് ഇന്നത്തെ ഒരു വേൾഡിൽ എനിക്ക് തോന്നുന്നു ഇതിന് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിന് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു ഇംഗ്ലീഷിനെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, എൻ്റെ ഫീലിങ്സും എൻ്റെ ആർഗ്യുമെൻറ്റ്സും, അതിനുശേഷം സജഷൻ ഓർ ഒപ്പീനിയൻ. ഇനി എനിക്ക് എന്താണ് സജസ്റ്റ് ചെയ്യാനുള്ളത് അത്. ലാസ്റ്റ് യുവേഴ്സ് ട്രൂലി സൈൻ ചെയ്യുക, പേരെഴുതാം. ഇതാണ് ലെറ്റർ ടു ദി എഡിറ്ററിൻ്റെ ഫോമാറ്റ്. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. പഠിക്കുക, ബോക്സിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും ഈ ഒരു ഗ്രാമറിൽ നിന്നും ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഗ്രാമർ പാട്ടും ചോദിക്കാറുള്ളതാണ്. ഈ ഗ്രാമർ പാട്ട് പഠിക്കണമെങ്കിൽ ഈ റൂൾസ് പഠിക്കണം. എപ്പോഴും ഇതിൽ നിന്ന് ചോദിക്കാറുള്ളത് 4th ക്വസ്റ്റ്യൻ കണ്ടോ, 5 miles ഡാഷ് നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ്. അതിൻ്റെ ആൻസർ 5 miles ഈസ് നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ് എന്നാണ്. പെട്ടെന്ന് നമ്മൾ 5 miles എന്ന് കാണുമ്പോൾ അത് പ്ലൂറൽ അല്ലേ എന്ന് കരുതി 6 എഴുതും. പക്ഷെ അത് തെറ്റാണ്. ഇവിടെ 5 miles എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഡിസ്റ്റൻസിന്, ഒറ്റ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിനെയാണ്. ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ് 5 miles എന്ന് പറയുന്നത്.
ഇപ്പോൾ അതിന് പകരം നോക്കിക്കേ 5 റുപ്പീസ്, അതും എന്താണ്, ഒരു യൂണിറ്റാണ്, അപ്പോൾ സിംഗിൾ എമൗണ്ട് ആണ്. സോ അതിനെയും നമ്മൾ എന്താണ്, ഈസ് എന്നാണ് എഴുതുക. അതേപോലെ 3 വീക്സ് ഇസ് നോട്ട് എ ലോങ് ടൈം. കണ്ടോ, അവിടെ 5 റുപ്പീസ് ഇസ് നോട്ട് എ ബിഗ് സം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 5 മൈൽസ് എന്ന് കാണുമ്പോൾ തന്നെ ചാടിക്കേറി 6 എഴുതരുത്, അവിടെ വേണ്ടത് ഈസ് ആണ്. അതെപ്പോഴും ചോദിച്ചേണ്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കേണ്ടതെന്നല്ല, പക്ഷേ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതെല്ലാം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ആണ്, റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ്. ഇതിലെ മെയിൻ ക്യാരക്ടർ മാഗിയാണ്. മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് നന്നായി പഠിക്കണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ് മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച്. മാഗിയുടെ ഫുൾ നെയിം ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നാണ്. മാഗിക്ക് എത്ര വയസ്സുണ്ടെന്നുള്ളത്, ദ ഗേൾ വാസ് 13 or 14 years old. അതേപോലെ ഹെർ ക്ലോത്ത്സ് ബീട്രേഡ് ഹെർ പോവർട്ടി. ഹെർ ഹെയർ hung in a heavy stream down her back. Eyes were large. They had a sad expression. അതേപോലെ she is working in a civil service store. She is working as എന്താണ് മാഗിയുടെ ജോലി എന്താണ്, എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അത് കറക്റ്റായിട്ട് എഴുതാം. അതേപോലെ മാഗിക്ക് ഇപ്പോൾ ചെയ്യുന്ന ജോബ് ടൈപ്പിസ്റ്റിൻ്റെ ജോബ് ഇഷ്ടമല്ല, കാരണം അത് മെക്കാനിക്കൽ ജോബാണ്. മാഗിക്ക് ഇഷ്ടം ബ്രെയിൻ യൂസ് ചെയ്തിട്ടുള്ള ജോബാണ്, ലൈക്ക് വർക്ക് ഓഫ് എ സെക്രട്ടറി. അതേപോലെ മാഗി സൂപ്പർസ്റ്റീഷ്യസ് ആണ്. മാഗിക്ക് ഒരുപാട് അംബിഷൻസ് ഉണ്ട്. മാഗിയുടെ അമ്മയെ ഒരുപാട് മാഗിക്ക് ഇഷ്ടമാണ്. മാഗി ഭയങ്കര ലവിങ് ആണ്, കെയറിങ് ആണ്, ഭയങ്കര റെസ്പോൺസിബിളാണ്. അതേപോലെ ഭയങ്കര മെച്യൂർഡായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ഗേളാണ്. വയലിൻ നന്നായി പ്ലേ ചെയ്യും. ഇങ്ങനെ മാഗിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എഴുതാവുന്നതാണ്. അതേപോലെ വേറെ ക്യാരക്ടേഴ്സ് മിസ്റ്റർ ഗുപ്ത, അതേപോലെ മാഗിയുടെ അമ്മ മിസ്സസ് ക്ലിഫോർഡ്, മാഗിയുടെ ബ്രദർ ഫ്രാങ്ക്, അദ്ദേഹം ഒരു സോൾജിയറാണ്, ഇന്ത്യയിലായിരുന്നു പക്ഷെ മരിച്ചുപോയി. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, അത് പഠിക്കണം. അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻലി മാഗിയാണ് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ, അത് ഓർക്കുക, മറക്കരുത്. അതേപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫെയ്ത്ത് ഇൻ ദ സ്റ്റോറി, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഈ 3rd ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഡെത്ത് ദ ലെവലറാണ്. ജെയിംസ് ഷെർലിയുടെ ഒരു ബ്യൂട്ടിഫുൾ ഒരു പോയമാണ്. ഇതൊരു ഫ്യൂണറൽ പോയമാണ്, അതായത് ഡെത്തിനെ പറ്റി പറയുന്ന പോയമാണ്. ഡെത്ത് ഒരു ഗ്രേറ്റ് ഈക്വലൈസറാണ്. ഡെത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഈക്വലാണ്. കിങ് ആയിക്കോട്ടെ, ഒരു ബെഗർ ആയിക്കോട്ടെ, എല്ലാവരും ഈക്വലാണെന്ന് പറയുന്നൊരു നല്ലൊരു മെസ്സേജ് തരുന്നൊരു പോയമാണ് ഇത്. കണ്ടോ, ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡെത്ത് ദ ലെവലർ ഇസ് എ ഫ്യൂണറൽ സോങ്. It appeals to the reader to think about human actions. Central idea of poem is vanity and impermanence of earthly glory and power. Death knows no distinction and carries off all alike, high and low, rich and poor, strong and weak, reducing them all to dust. It is only the memory of good deeds done during our lifetime that will remain forever. ഭയങ്കര ഭംഗിയുള്ള ഒരു, അല്ലെങ്കിൽ ഭയങ്കര നല്ല പോയിൻറ്റ്സാണ് ഈ സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും അത് നന്നായി പഠിച്ചാൽ ഈ ചാപ്റ്റർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാൻ പറ്റും. ഇനി ഇതിലത്തെ കുറച്ച് പോയറ്റിക് ഡിവൈസസ് നോക്കാം. ഡെത്ത് ലേസ് ഇസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയറ്റിക് ഡിവൈസാണ്. മരണം അതിൻ്റെ തണുത്ത കൈകൾ കിങ്സിൻ്റെ മുകളിലും വെക്കുമെന്ന് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്തേക്കുന്നത് പേഴ്സോണിഫിക്കേഷനാണ്. കാരണം മരണത്തിന് കൈകളില്ല, പക്ഷെ പോയിട്ട് ഇവിടെ മരണത്തിനെ ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞ് ഉപമിച്ചിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പേഴ്സോണിഫിക്കേഷൻ. സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ, സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചേക്കുന്നത് മെറ്റോണിമിയാണ്. മെറ്റോണിമി എന്ന് പറഞ്ഞാൽ ഒരാൾ ഉപയോഗിക്കുന്ന തിങ്സ് പറയും, അയാളെ പറ്റി പറയില്ല ഡയറക്റ്റ്ലി, പക്ഷെ അയാൾ ഉപയോഗിക്കുന്ന തിങ്സ് പറയും. ഇവിടെ സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ യൂസ് ചെയ്യുന്നത് കിങ് ആണ്. കിങ് ഡയറക്റ്റ് പറയാതെ അവരുപയോഗിക്കുന്ന ഒബ്ജക്ട്സ് പറഞ്ഞു. സോ അവിടെ ഉപയോഗിച്ചേക്കുന്നത് മെറ്റോണിമി. അതിൻ്റെ താഴെ, അതായത് ഫസ്റ്റ് ആൻസറുടെ ലാസ്റ്റ് ലൈൻ നോക്കിക്കേ,
സ്കൈത്ത് ആൻഡ് സ്പേഡ് എന്ന് കണ്ടോ, അവിടെയും യൂസ് ചെയ്തേക്കുന്നത് മെറ്റോണിമിയാണ്. കാരണം പുവർ ഫാമേഴ്സ് അല്ലെങ്കിൽ ലേബറേഴ്സാണ് സ്കൈത്ത് സ്പേഡൊക്കെ ഉപയോഗിക്കുന്നത്, അരിവാൾ തൂമ്പയൊക്കെ ഉപയോഗിക്കുന്നത്. അവർ ഡയറക്റ്റ് പറയാതെ അവർ ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സ് പറഞ്ഞു. അവിടെയും യൂസ് ചെയ്തേക്കുന്നത് മെറ്റോണിമിയാണ്. അതിനുശേഷം ലാസ്റ്റ് ആൻസറിൽ ഫോർത്ത് ലൈൻ വിക്ടർ വിക്ടിം ബ്ലീഡ്സ്, അവിടെ ഓപ്പോസിറ്റ്സ് അടുത്തടുത്ത് വന്നേക്കുന്നത് കൊണ്ട് വിക്ടർ വിജയിച്ച ആൾ, വിക്ടിം ഒരു ഇരയായ ആൾ അല്ലെങ്കിൽ ഒരു വിക്ടിമായി എന്ന് പറയില്ലേ, അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ്സ് ആണ് അടുത്തടുത്ത്, അവിടെ ഓക്സിമോറോൺ. അതിൻ്റെ താഴെ ഓൺലി ദ ആക്ഷൻസ് ഓഫ് ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദർ ഡസ്റ്റ്, അതിൻ്റെ മീനിങ് ചോദിക്കാറുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ മാത്രമാണ് നല്ല സ്വീറ്റ് സ്മെല്ലായിട്ട് നിൽക്കുള്ളൂ. അതേപോലെ ഈ ഡസ്റ്റിൽ വിരിഞ്ഞ് നിൽക്കുള്ളൂ. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ മാത്രമാണ് എന്നും നിലനിൽക്കുള്ളൂ. അതാണ് ഈ ബോക്സ് ലാസ്റ്റ് ലൈൻ. ഇറ്റ് ഈസ് ഓൺലി ദ മെമ്മറി ഓഫ് ഗുഡ് ഡീഡ്സ് ഡൺ ഡ്യൂറിങ് അവർ ലൈഫ് ടൈം ദാറ്റ് വിൽ റിമെയിൻ ഫോർ എവർ. നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നല്ല പ്രവർത്തികളാണ് എപ്പോഴും റിമെയിൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഡെത്ത് ലെവലർ, ഇമ്പോർട്ടൻറ്റ് പോയമാണ്, പഠിക്കണം. നെക്സ്റ്റ് തേർഡ് യൂണിറ്റ് എടുക്കുമ്പോൾ അതിൽ നിന്ന് ചോദിക്കുന്നത് സൺറൈസ് ഓൺ ദ ഹിൽസ് എന്നുള്ളൊരു പോയമാണ്. സൺറൈസ് ഓൺ ദ ഹിൽസ് H.W. ലോങ്ഫെല്ലോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പോയിറ്റ് എഴുതിയൊരു പോയമാണ്. ഇതിൽ 3 സ്റ്റാൻസസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻസ ലാസ്റ്റ് സ്റ്റാൻസയാണ്. കാരണം അതാണ് മെസ്സേജ് ഓഫ് ദ പോയം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞാൽ പോയിട്ട് സൂര്യൻ ഉദിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ കൂടെ കാണുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ പോയട്രിയിൽ എഴുതിയേക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഫസ്റ്റ് സ്റ്റാൻസിൽ ഒരുപാട് ഇമേജറി, വിഷ്വൽ ഇമേജറി ഉണ്ട്. അതേപോലെ സെക്കൻഡ് സ്റ്റാൻസ് ആയപ്പോൾ ഫുൾ ഓഡിറ്ററി ഇമേജറിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഫസ്റ്റ് സ്റ്റാൻസ് കുറേ ലൈൻസ് ഉണ്ട്, സെക്കൻഡ് സ്റ്റാൻസ് അതിനേക്കാളും കുറച്ച് ലൈൻസേ ഉള്ളൂ, തേർഡ് സ്റ്റാൻസിൽ വെറും 6 ലൈൻസേ ഉള്ളൂ. പക്ഷേ തേർഡ് സ്റ്റാൻസയിലാണ് മെസ്സേജ് ഇരിക്കുന്നത്. ഇവിടെ മെസ്സേജ് എഴുതാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, കുറച്ച് വാക്കുകൾ കൊണ്ട് എഴുതാൻ പറ്റുമെന്നൊരു ഐഡിയയും കൂടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇതിലെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. If thou art worn and hard beset with sorrows that thou wouldst forget, if thou wouldst read a lesson that will keep thy heart from fainting and thy soul from sleep, go to the woods and hills, no tears dim the sweet look that nature wears. ഇവിടെ ഇഫ് ദൗ എന്ന് യൂസ് ചെയ്തേക്കുന്നത് യു എന്നുള്ള മീനിങ് കേട്ടോ. ഇഫ് യു ആർട്ട് എന്ന് പറഞ്ഞാൽ ആളെന്നാണ്. ഇഫ് യു ആർ വോൺ ആൻഡ് ഹാർഡ് ബിസെറ്റ്, നിങ്ങൾ ഭയങ്കര വിഷമിച്ച് ടയർഡായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സോറോസ് ഉണ്ട്, നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബുക്ക് വായിക്കണമെന്നുണ്ട്, ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ടൊക്കെ ഓക്കെ ആവും എന്നാണെങ്കിൽ ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, നിങ്ങൾ ഫോറസ്റ്റിലേക്കും ഹിൽസിലേക്കൊക്കെ പോവുക. നോട്ട് ഹിയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വെയർസ്. അപ്പോൾ നിങ്ങളുടെ ഏതൊരു കണ്ണുനീരും പ്രകൃതിയുടെ ഒരു നല്ലൊരു ഭംഗി കാണുമ്പോൾ, പ്രകൃതിയെ കാണുമ്പോൾ നിങ്ങളുടെ ഏതൊരു കണ്ണുനീരും പ്രകൃതിക്ക് മായ്ക്കാനായിട്ട് പറ്റും. അതായത് പ്രകൃതിയുടെ ഭംഗിനെ ഡിമ്മാക്കുന്ന ഒരു കണ്ണുനീര് പോലും ഇല്ല. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ എല്ലാം പ്രകൃതി മാറ്റിത്തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് സ്റ്റാൻസ മെസ്സേജ് ഓഫ് ദ പോയമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എന്തായാലും പഠിക്കണം. അതുപോലെ തന്നെ ഇവിടെ സോഫ്റ്റ് ഗേൾസ് എന്നൊരു വരി കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ഗേൾസ് എന്നുള്ളത് അവിടെ യൂസ് ചെയ്തേക്കുന്നത് ഓക്സിമോറോൺ ആണ്. സോഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഗേൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് വിൻഡ് എന്നാണ്. അപ്പോൾ സോഫ്റ്റും അതേപോലെ ഗെയിൽസ് എന്നുള്ള സ്ട്രോങ് വിൻഡ് എന്നുള്ള ഐഡിയയും കൂടെ അടുത്തടുത്ത് വന്നുകൊണ്ട് ഓപ്പോസിറ്റ്സ് ആണ് ഓക്സിമോറോൺ. നെക്സ്റ്റ് ട്രിപ്പ് ഓഫ് ലഹോള എന്ന് പറയുന്ന ചാപ്റ്റർ ഗീതേ മൗപ്പസാങ് എഴുതിയതാണ്, ഒരു ട്രാവൽ എസ്സേ ആണ്. ഇതിൽ ലഹോള എന്ന് പറയുന്ന ബലൂണിൻ്റെ ടേക്ക് ഓഫ് നല്ല ഭംഗിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ലൈവ് TV റിപ്പോർട്ട് ചോദിക്കും. ലഹോള ബലൂൺ ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ലൈവ് TV റിപ്പോർട്ട്, അത് നന്നായി പഠിക്കണം. 8 മാർക്സിൻ്റെ ക്വസ്റ്റനായിട്ട് ചോദിക്കാറുള്ളതാണ്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് ചിലപ്പോൾ ലഹോള ബലൂണിൻ്റെ ലാൻഡിങ് ചോദിക്കാം. ഓക്കെ, അതേപോലെ ഈ ചാപ്റ്ററായിട്ട് റിലേറ്റഡ് ആയിട്ട് ട്രാവൽ എസ്സേ ചോദിക്കാം 8 മാർക്സിൻ്റെ തന്നെ. അതേപോലെ ട്രാവൽ ബ്രോഷർ ചോദിക്കാം 6 മാർക്സിൻ്റെ. അതെല്ലാം പഠിക്കണം.
ട്രാവൽ ബ്രോഷ്യറും ട്രാവൽ ബ്രോഷ്യർ ചോദിക്കാറുണ്ട്. ട്രാവൽ ഇൻഫോ ചോദിക്കാം 6 മാർക്സിൻ്റെ. അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ചാപ്റ്ററിൽ ലൈവ് ടി വി റിപ്പോർട്ട് കണ്ടോ, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൽ ട്രാവൽ എസ്സേ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതുണ്ട്, അതും ഒന്ന് മൈൻഡ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററാണ് ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കാണ്ടാവു. ഇതിൽ നമുവാന എന്ന് പറയുന്ന വില്ലേജിൽ ടിനേക്കോബോഗ റോഡ്ലിസ് എന്ന് പറയുന്ന 2 പേര് ഇവർ മീൻ പിടിക്കാൻ പോകുന്നു. അപ്പോൾ നെബിക്കിലേവ് എന്ന് പറയുന്ന അടുത്തുള്ള വില്ലേജിലെ കുറച്ച് ഫിഷർമെൻ വരുന്നു. അവരിവരെ പിടിച്ചിട്ട് പോകാൻ നോക്കുന്നു. പക്ഷേ ഇവർ കടലിലെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നൊരു കാറ്റ് വീശുന്നു. ഇവർ വേഗം ടേർട്ടിൽസായി മാറുകയാണ്. അപ്പോൾ പിന്നീട് അവർ തിരിച്ച് പഴയ രൂപത്തിലേക്ക് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു കഥയെ പറ്റിയിട്ടുള്ളതാണ്. ആ ഒരു കഥ ബേസിസിലാണ് അവർ ഇപ്പോഴും ഒരു ആചാരം ഫോളോ ചെയ്യുന്നുണ്ട്. ടേർട്ടിൽ കോളിംഗ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഒരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഇറങ്ങിപ്പോയ ആ ടേർട്ടിൽസിൻ്റെ ആൻസിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ആ ഒരു അന്ന് ഇറങ്ങിപ്പോയവരെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അവർ തിരിച്ചു വരും എന്നാണ് പറയുന്നത്. അവിടെയുള്ള സ്ത്രീകൾ, അതായത് നമോന വില്ലേജിലുള്ള സ്ത്രീകൾ മോർണിംഗ്, അതായത് ഈ മരിക്കുമ്പോൾ മരണത്തിൻ്റെ വിഷമത്തിൽ നിൽക്കുന്നവരിടുന്ന ഡ്രസ്സ്, അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണ് ടേർട്ടിൽ കോളിംഗ് ചെയ്യുന്നത്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ കാര്യങ്ങൾ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലെജൻഡ് എന്ന് പറയുമ്പോൾ മാവേലിയുടെ കഥ നമുക്ക് എഴുതാം. അതിൻ്റെ ബേസിസിൽ നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു റിച്വലാണ് ഓണം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട്, അത് പഠിച്ച് എഴുതേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ട്രാവൽ ഇൻഫോ ആണ്. ഒരു സിമ്പിൾ ട്രാവൽ ഇൻഫോ ഇവിടെ തന്നിട്ടുണ്ട്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു 5 മാർക്സോ 6 മാർക്സിനോ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിക്കേ, ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തെ പറ്റി എഴുതാം. ഇവിടെ എഴുതിയേക്കുന്നത് നോക്കിക്കേ, ബ്രിട്ടനിലെ സ്ഥലങ്ങളെ പറ്റിയാണ്. ഗെറ്റിംഗ് ദെയർ ആദ്യം എഴുതുക, എങ്ങനെയാണ് അവിടേക്ക് എത്തിച്ചേരാന്നുള്ളത്. ഇവിടെ ഇപ്പോൾ അടുത്തുള്ളൊരു സ്ഥലം പറയുകയാണെങ്കിൽ എറണാകുളം ആണെങ്കിൽ എറണാകുളത്തേക്ക് നമ്മൾക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലെയിനിലാണ് വരുന്നതെങ്കിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എഴുതാം അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ ട്രെയിനിലാണ് പോകുന്നത് എങ്കിൽ എറണാകുളം സ്റ്റേഷനിലേക്ക് എത്തുന്ന ട്രെയിൻ ഉണ്ട്. മെട്രോ വേണമെങ്കിൽ മെട്രോ എഴുതാം. അപ്പോൾ ഇങ്ങനത്തെ പല വഴികളുണ്ട്. ഡോണ്ട് മിസ് ഔട്ട്. പിന്നെ നമുക്ക് എഴുതേണ്ടത് മിസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ. എറണാകുളത്താണെങ്കിൽ മറൈൻ ഡ്രൈവ് ഉണ്ട്, അതേപോലെ സുഭാഷ് ചന്ദ്രബോസ് പാർക്ക് ഉണ്ട്, മംഗളവനം ഉണ്ട്, അങ്ങനെ. പിന്നെ ഇടപ്പള്ളിയിലാണെങ്കിൽ ലുലു മാളുണ്ട്, പിന്നെ ഫോറം മാളുണ്ട്, ഒബ്രോൺ മാൾ, അങ്ങനെ കുറേ മാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഡോൺ മിസ് ഔട്ട് എന്നുള്ള സ്ഥലത്ത് അവിടുത്തെ നല്ല നല്ല കാണാൻ പറ്റിയ സ്ഥലങ്ങളുടെ പേര് എഴുതുക. അത് കഴിഞ്ഞ് ദ ക്വിസീൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫുഡ്, നല്ല ടേസ്റ്റി ഫുഡൊക്കെ അവിടെ കിട്ടും. അത് എന്താണ് നല്ല ഫുഡ് എന്നുള്ളത് എഴുതിയാൽ മതി. എവിടെ കിട്ടും എന്നല്ല, ഇവിടെ നോക്കിയാൽ ഫിഷ് ആൻഡ് ചിപ്സ്, അതേപോലെ നമുക്ക് ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ സീ ഫുഡ് കിട്ടുന്നതിനെ പറ്റി എഴുതാം. ബിരിയാണി, മീൽസ്, അതൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ നമുക്കിഷ്ടത്തിനനുസരിച്ച് അവിടുത്തെ സ്പെഷ്യലിനെ പറ്റിയിട്ട് എഴുതാം. ഇതാണ് ട്രാവൽ ഇൻഫോ. എപ്പോഴും ചോദിക്കാറുണ്ട്, പഠിക്കണം. അതിനുശേഷം നോക്കി കോൺവെർസേഷൻ കണ്ടോ. ഡിസൈഡ് ഓൺ എ പ്ലേസ് ടു വിസിറ്റ് ആൻഡ് അപ്രോച്ച് എ ട്രാവൽ ഏജൻസി ടു മേക്ക് അറേഞ്ച്മെൻറ്റ്സ്. റൈറ്റ് കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് ദ ട്രാവൽ ഏജൻറ്റ്. ഇതും ചോദിക്കാറുണ്ട്. നിങ്ങൾക്കൊരു ടൂർ പോകണം, നിങ്ങൾ നിങ്ങളുടെ ട്രാവൽ ഏജൻറ്റിനെ കാണുന്നു, ട്രാവൽ ഏജൻറ്റ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കോൺവെർസേഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ടറി സ്പീച്ച്, അതും ചോദിക്കാറുണ്ട്. നിങ്ങളൊരു ട്രാവൽ ഗൈഡാണ്, കുറച്ച് ടൂറിസ്റ്റുകൾ നിങ്ങളുടെ അടുത്ത് വന്നു, നിങ്ങളുടെ അടുത്തുള്ളൊരു ലൊക്കാലിറ്റീനെ പറ്റി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഒരു സ്ക്രിപ്റ്റ്, നിങ്ങൾ എങ്ങനെയായിരിക്കും ആ സ്ഥലത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്, അതും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു എസ്സേ ആണ്. ഇതിൽ നിന്ന് ഈസി ആയിട്ടുള്ള, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള കുറേ പോയിൻറ്റ്സ് എടുത്ത് പഠിക്കുക. 8 മാർക്കിന് എസ്സേ ആയിട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാണ് ഇത്. ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ള ഈ ഒരു എസ്സേ വായിക്കുക. ഈസി ആയിട്ടുള്ള പഠിക്കാൻ പറ്റിയ കുറേ പോയിൻറ്റ്സ് പഠിക്കുക, എന്നിട്ട് എസ്സേ എഴുതുക. 8 മാർക്ക് ഷുവറായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇതിൽ നിന്ന് കേട്ടോ. നെക്സ്റ്റ് വൺ
ദ സെറാങ് ഓഫ് റാണ ഗഞ്ച്. ഇതിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്നത് സെറാങ്ങിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. ഡോക്ടർ എ ജെ ക്രോണിൻ എഴുതിയൊരു ഒരു നടന്ന സംഭവമാണിത്, അനെക്ഡോട്ടാണിത്. സോ ഇവിടെ ലിവർപൂളിൽ നിന്ന് കൽക്കട്ടയിലേക്ക് ഒരു റാണ ഗഞ്ച് എന്ന് പറയുന്ന ഷിപ്പ് പോവാണ്. അതിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ അവരെങ്ങനെയാണ് ഫേസ് ചെയ്തത്. അവിടെ സെറാങ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ആ ഷിപ്പിൽ. അദ്ദേഹത്തെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഇതൊക്കെ അദ്ദേഹത്തെ പറ്റി എഴുതാം. അപ്പോൾ ഈ പറയുന്ന സെറാങ് ആയിരുന്നു ആ ഒരു ഡോക്ടർ എ ജെ ക്രോണിനെ. ഡോക്ടർ എ ജെ ക്രോണിൻ ഷിപ്പിലെ ഡോക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്തത് സെറാങ് ആണ്. അപ്പോൾ ആ എന്താ പറയുക, സെറാങ് അവിടെ ചെയ്ത പ്രവൃത്തി, ഒരു റിവാർഡ് പോലും ആഗ്രഹിക്കാതെ അദ്ദേഹം ചെയ്ത ആ ഒരു പ്രവൃത്തിയെ പറ്റിയൊക്കെ നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത പ്രവൃത്തിക്ക് അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കണം, സാലറി കൂട്ടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ എ ജെ ക്രോണിൻ ഷിപ്പിൻ്റെ കമ്പനിക്ക് അയക്കുന്ന ലെറ്ററൊക്കെ ചോദിക്കാറുള്ളതാണ് എക്സാമിന്. ഇമെയിലൊക്കെ ചോദിക്കാറുണ്ട്, അതൊന്ന് നോക്കണം. സെറാങ്ങിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ഇതിൽ എന്തായാലും നോക്കേണ്ടത്. ഒന്നില്ലെങ്കിൽ മാഗിയുടെ അല്ലെങ്കിൽ സെറാങ്ങിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഷുവറായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഇതിൽ നിന്ന് ലെറ്ററും സ്പീച്ചൊക്കെ നോക്കണം. അതായത് ഹസനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു മീറ്റിംഗ് വെക്കുകയാണ്. ഹസൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ ഒരു എന്താ പറയുക, അവർക്കൊരു പ്രോബ്ലം അവിടെ വന്നപ്പോൾ ചെയ്തു. എന്തായിരുന്നു ആ പ്രോബ്ലം? ഷിപ്പിൽ സ്മോൾ പോക്സ് എന്ന് പറയുന്ന ഒരു ഡിസീസ് സ്പ്രെഡ് ആവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് മരിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ സെറാങ് അവിടെ ഒരുപാട് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നില്ല. ഒന്നാമത്തെ കേസ് ഇവർ ഷിപ്പിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഇതിനൊന്നും ഇങ്ങനെ മരുന്നുകളില്ല. അപ്പോൾ സ്മോൾ പോക്സ് അവിടെ വന്നപ്പോൾ പോലും അദ്ദേഹത്തിന് വരുമെന്ന് മൈൻഡ് ചെയ്യാതെ എല്ലാവരും അദ്ദേഹം കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു റിവാർഡ് പ്രതീക്ഷിച്ചോ ഒന്നുമല്ല. അപ്പോൾ അങ്ങനൊരു സംഭവം നടന്നപ്പോൾ ഇത്രയും എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് സെറാങ്ങിനെ അപ്രീഷിയേറ്റ് ചെയ്തൊരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ നമ്മൾ സെറാങ്ങിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ, സ്പീച്ച്, അത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റനാണ്. അടുത്തത് ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്. നമ്മുടെ ലാസ്റ്റ് പോയമാണ്. ബെഞ്ചമിൻ പെക്കേത്ത് എന്ന് പറയുന്ന റൈറ്ററിൻ്റെ നല്ലൊരു പോയട്രിയാണ്. ഇതിൽ പറയുന്നത് ടൈറ്റാനിക് ഷിപ്പിനെ പറ്റിയിട്ടാണ്. ടൈറ്റാനിക് ഷിപ്പ് ആക്സിഡൻ്റ് ആയ ആ ഒരു കാര്യം, ഒരു വലിയൊരു ഐസ്ബർഗിലിടിച്ചിട്ട് ടൈറ്റാനിക് ഷിപ്പ് മുങ്ങിപ്പോയി. അപ്പോൾ മുങ്ങണ സമയത്ത് എന്തായിരുന്നു അവർ ചെയ്തത്? ക്യാപ്റ്റൻ സ്മിത്ത്, ഷിപ്പിലെ ക്യാപ്റ്റനാണ് സ്മിത്ത്, അതിലുണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സ്, അതിലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തത്? ബ്രിട്ടീഷിൻ്റെ ആ ഒരു പവർ അവിടെ അവർ കാണിച്ചു. അതേപോലെ ആ ഒരു സംഭവത്തോട് കണക്ട് ചെയ്ത് ഒരുപാട് പഴയ അവിടെയൊക്കെ നടന്നേക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അന്നും ആരും ധൈര്യം കൈവിടാതെ ഒരുപാട് ധൈര്യത്തോടെ ഈ സംഭവങ്ങൾ ഫേസ് ചെയ്തു. അതിനെപ്പറ്റിയൊക്കെ പറയുന്നൊരു നല്ലൊരു പോയമാണ് ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്. അപ്പോൾ ഈ ഒരു പോയട്രി നോക്കണം. പിന്നെ അതിൻ്റെ താഴെയുടെ ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ന്യൂസ് റിപ്പോർട്ട് എങ്ങനെ എഴുതണമെന്നുള്ളത് നോക്കണം. ന്യൂസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഹെഡ്ലൈൻ വേണം, ക്യാച്ചി ഒരു ഹെഡ്ലൈൻ. ദെൻ ബൈലൈൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ന്യൂസ് എഴുതുന്നത്, അത് റൈറ്ററിൻ്റെ പേര്. പിന്നെ നമുക്ക് പാരഗ്രാഫ്സ് എഴുതുമ്പോൾ 5W and 1H, അതായത് ലീഡ് എന്ന് പറയും. അതായത് വാട്ട്, വെൻ, വെയർ, വൈ, ടു ഹും ആൻഡ് ഹൗ, ഈ പറയുന്ന കാര്യങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ എഴുതാം. പിന്നെ കോട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതാം. പിന്നെ വേറെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് 5W1Hനെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഒരു തേർഡ് പേഴ്സൺ ആർക്കെങ്കിലും എന്തെങ്കിലും അവിടെ ആ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടി അവിടെ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഒരു ചെറിയൊരു ഫോർമാറ്റ്. അതുമൊന്ന് നോക്കിയിട്ട് പോവാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ എക്സാമിന് ഒരു സമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ ഉള്ളത്. ഒരിക്കലും നമുക്ക് ഈ ഇത്രയും ചാപ്റ്റേഴ്സിനെ സമ്മറൈസ് ചെയ്ത് കൃത്യമായിട്ട് ഇത് തന്നെ വരുമെന്ന് പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻസ് മറിച്ചൊക്കെ ചോദിക്കും. ചെയ്യേണ്ട കാര്യം ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും ഫോർമാറ്റ് പഠിക്കുക. ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്കതിനെ എഴുതാൻ പറ്റും. ടെക്സ്റ്റ് വായിച്ചാലും അതെ, ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ആൻസർ ആക്കി അത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, ഫോർമാറ്റ് നന്നായി പഠിക്കുക, നല്ല മാർക്സ് സ്കോർ ചെയ്യുക. ഗ്രാമർ വിടരുത്, കഹോസി ഡിവൈസ് പഠിക്കണം.
അതേപോലെ ഇഫ് ക്ലോസിൻ്റെ ആ ഒരു ഗ്രാമർ പഠിക്കുക. അതേപോലെ ആ ഗ്രാമർ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 5 മൈൽസിൻ്റെ ഒക്കെ നമ്മൾ വായിച്ചില്ലേ, ആ ഗ്രാമറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്സ് കുറയാൻ പറ്റും. പോയട്രിയിൽ നിന്ന് പോയറ്റിക് ഡിവൈസസ് പഠിക്കുക. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പഠിക്കാനില്ലാത്തൊരു പോയട്രി തരും, എന്നിട്ട് അത് വായിച്ചിട്ട് അപ്രീസിയേഷൻ എഴുതണം, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതണം. അപ്പോൾ അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരും. പിന്നെ 8 മാർക്കിൻ്റെ ലെറ്റർ ടു ദ എഡിറ്റർ വരും. 8 മാർക്കിൻ്റെ ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരും. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയട്രിയുടെ അല്ലെങ്കിൽ ഒരു പാസേജ് ഏതെങ്കിലും തന്നിട്ട് അതിൽ നിന്ന് എഴുതാനുള്ളതായിരിക്കും. അപ്പോൾ മിക്ക പോയട്രിയുടെയും എല്ലാ പോയട്രിയുടെയും ഓഥറിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക. അതുപോലെ പോയട്രിയുടെ പേരും പഠിച്ചു വയ്ക്കുക. പിന്നെ നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ അതേ ഓഥറിൻ്റെ പേര് പഠിച്ച് വയ്ക്കുക. ഇംഗ്ലീഷിന് നല്ല മാർക്സ് മേടിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.